വാട്ട് എ ഫാന്റാസ്റ്റിക് ജോബ്. എനിക്ക് ഇയാളോട് ഭയങ്കര അസൂയ തോന്നുന്നുണ്ട്. ഇക്കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ് ഈ ജന്മത്തിൽ പോലീസുകാരാണെന്ന്. തിരിച്ചൊരുപാട് സുഹൃത്തം ചെയ്തവരൊക്കെ സ്കൂൾ ടീച്ചേഴ്സ്. എന്റെ ഒരു തിയറിയാണ് കേട്ടോ, കാര്യമാക്കണ്ട. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. കാര്യം എന്താന്ന് പറഞ്ഞാ വെറുതെ ഇതുവഴി പോയപ്പോഴാ ഓർത്തത് താൻ വർക്ക് ചെയ്യുന്ന സ്കൂളാണല്ലോ എന്ന്. അയൽക്കാര് തമ്മിലുള്ള ബന്ധം വെറും പോലീസ് സ്റ്റേഷൻ വഴിക്ക് മാത്രം ആവരുതല്ലോ എന്ന് വിചാരിച്ചു. കാക്കി അഴിച്ചു വെച്ചാൽ ഞാനും ഒരു സാധാരണ മനുഷ്യനാണല്ലോ. പ്ലീസ്, ഇതൊരു സ്കൂളാണ്. സോറി, വിവരങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു. താൻ പറഞ്ഞ ആ സംഭവം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന. പക്ഷെ ഈ കാര്യത്തിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനോ ഈ അബൂബക്കർ ഹാജിക്കെതിരെ ഒരു മൊഴി തരാനോ ഇവിടെ ആരും തയ്യാറല്ല. കാരണം എല്ലാരും പറയുന്നത് തന്നെ, ദേ ആർ വെരി ഡേഞ്ചറസ്. പിന്നെ കാശിന് കാശുണ്ട്, എല്ലായിടത്തും നല്ല പിടിപാടുമുണ്ട്. എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഞാനങ്ങ് പറയുക. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഞാൻ ആ വീട്ടിൽ താമസവും അവന്മാർക്കൊരു പേടി കാണും. ഇനി ഒരു രാത്രി ഞാൻ അവിടെ ഇല്ലെങ്കിലും പ്രായം തികഞ്ഞൊരു പെണ്ണും വയസ്സായൊരു ഉമ്മയും തനിച്ച് ആർക്ക് എന്നതാ ചെയ്യാൻ പാടില്ലാത്ത? അതുകൊണ്ട് ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക് കിട്ടുന്ന ചില്ലറയും വാങ്ങിയ പരാതി പിൻവലിക്കുവാണ് ഒരു വാടക വീട്ടിലേക്ക് മാറിയാലും മനസമാധാനമായിട്ട് ജീവിക്കാം എന്നാ പറയുന്നത്. ഈ കോംപ്രമൈസിന് സാറിന് എന്ത് കിട്ടും? ഒരു പോലീസുകാരന്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. അതിനിപ്പോ സർക്കാരിൽ നിന്ന് ശമ്പളം കിട്ടും, വേറെ എന്നാ കിട്ടാന്? കിട്ടിക്കാണുമല്ലോ. നട്ടലുള്ള ഒരു പോലീസ് ഓഫീസറെങ്കിലും ഉണ്ടല്ലോന്നാ ആ പരാതിയും കൊണ്ട് സ്റ്റേഷനിൽ വന്നപ്പോ എനിക്ക് തോന്നിയത്. ആ നട്ടല്ലേ അറയ്ക്കൽ അബൂബക്കറിന്റെ വീട്ടിൽ പണയം വെച്ചിട്ട് രാത്രി അയാളുടെ വണ്ടിയിൽ അവിടെ വന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടതാ. ആ കിട്ടിയ ചില്ലറ സാർ അവിടെ സൂക്ഷിച്ചു വെച്ചാ മതി, എനിക്ക് വേണ്ട. നീ സംസാരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ സോളമനോടാണ്, അത് മറക്കണ്ട. സബ് ഇൻസ്പെക്ടർ എന്നത് നിയമത്തിന്റെ അവസാന വാക്കല്ലല്ലോ സാർ. അറയ്ക്കൽ അബൂബക്കർ ഹാജിയുടെ കൈകൾക്ക് ഈ കാക്കി ഷർട്ടിന്റെ പോക്കറ്റ് വരെ നീളമുള്ളൂ. അതിനപ്പുറം ഒരുപാട് ലോകമുണ്ട്. അത് മുഴുവൻ എത്തിപ്പിടിക്കാനുള്ള നീളം അയാളുടെ കൈകൾക്കില്ല. അത് മനസ്സിലാക്കാനുള്ള വലുപ്പം നിങ്ങളുടെ മനസ്സിനുമില്ല. പിന്നെ ഞാൻ എഴുതി തന്ന പരാതിക്ക് ഇനി വലിയ വിലയൊന്നുമില്ലെന്നറിയാം. സാർ തന്നെ അത് കയറി ചവറ്റുകുട്ടിയിലിട്ടേക്ക്. അതിനുവേണ്ടി എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണമെന്നില്ല. സബ് ഇൻസ്പെക്ടർ സോളമൻ, ഇത്തിരി പോന്നൊരു പുഴു. എവിടെ പോയടോ സോളമൻ തന്റെ അഹംഭാവം? അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവളോടൊരു മറുപടി പോലും പറയാൻ പറ്റാതെ. സാർ എന്തൊക്കെയോ ഉണ്ടാക്കി കളയുമെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ ഒതുങ്ങിയത്. ഇല്ലെങ്കിൽ പറ, ഒരു രാത്രി മതി എല്ലാം കൂടി ചുരുട്ടിക്കൂട്ടാൻ. ഒരു പരാതിയും കൊണ്ട് ഒരാളും വരില്ല എവിടെയും. മോനെ ഷെറീഫേ, നീ നിയമം കയ്യിലെടുക്കല്ലേ. അതിനോട് ഞങ്ങളുണ്ട് പോലീസുകാര്. ഒഴിയടാ, അവൾ എന്നോട് കാണിച്ചേക്കെ താൻ കള. പക്ഷെ നിങ്ങളോട് വാങ്ങിയ പണത്തിന്റെ നീതി എനിക്ക് നിങ്ങളോട് കാണിക്കണം. സർക്കാർ തരുന്ന ശമ്പളത്തിന് സർക്കാരിനോടും. അതുകൊണ്ട് എല്ലാം നിയമപ്രകാരമേ നടക്കാവൂ. അതേ നടക്കൂ. നിന്റെ പേരെന്താ? സൈദുന്ന. ഈ സൈദിന് നാളെ എനിക്കൊന്ന് കിട്ടണം. വിഷമിക്കാണ്ടിരിക്കും മോളെ. ദിവസം 5 നേരം പഠിച്ചോന്റെ മുമ്പിൽ മുട്ടുകൊണ്ടൊന്നും കാര്യമല്ല. ചെയ്ത തെറ്റിന് എന്നെ അനുഭവിക്കേണ്ടി വരും എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട്. ആട്ടെ, നമ്മക്കിപ്പോ എങ്ങനെയുണ്ട്? വയ്യ, ശരീരത്തിനല്ല മനസ്സിനാ കൂടുതൽ. എന്നെയും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങേണ്ടി വരുമോന്നുള്ള പേടി ഉമ്മയ്ക്ക്. വയസ്സായ ഉമ്മയും കൊണ്ട് എവിടെ പോകുന്നുള്ള ആദ്യം എനിക്ക്. അതേനൊന്ന് കൂട്ടിച്ചെല്ലാൻ പറഞ്ഞതാ അബൂബക്കർ മുതലാളി. ഇതെന്തപ്പോ ഒരു കൂട്ടിച്ചെല്ലല്? ബാങ്കിൽ എന്തോ പൈസ കൊടുക്കുന്ന കാര്യത്തിനാ. അത്യാവശ്യം എന്നാ പറഞ്ഞേ. ഓർക്ക് എന്തോ ഒപ്പം ഇങ്ങനെ ഒരു ബുദ്ധി തോന്നാൻ? ലേറ്റ് ആക്കരുന്ന് പ്രത്യേകം പറഞ്ഞതാ. ബാങ്ക് അടയ്ക്കുമ്പോ അവിടെ എത്തേണ്ടതാ. ഇതിപ്പോ ഞാൻ എന്താ വേണ്ടത്? മോള് പോ.
പഠിച്ചോൻ വിചാരിച്ചിട്ട് മൂപ്പർക്ക് ചിലപ്പോ നല്ല ബുദ്ധി തോന്നിയിട്ടുണ്ടാവും. മോളും ചെന്നാളാ. ഇറങ്ങി വരും. ഇവിടെയോ? ഇവിടെ എന്താ? ഇവിടെ മുതലേ റോഡിൽ മുറിയിരിക്കുക. അത് വേണ്ട, ഇവിടെ കയറി സംസാരിക്കാൻ ഞാനില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ സമ്മതിച്ചിട്ടില്ല ഞാൻ ഇവിടെ കൊണ്ടുവന്നേ. അനാവശ്യം പറയരുത്. വീട്ടിലേക്ക് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ കയറിയത്. എനിക്കാരും കാണണ്ട. എന്നെ വീട്ടിൽ വിട്ടാ മതി, അല്ലെങ്കിൽ വേണ്ട ഞാൻ പൊക്കോളാം. ഇതായിപ്പോ നന്നായി. വീടായിരുന്നു ലോഡ്ജാലും നിങ്ങൾക്ക് എന്താ കിട്ടിയ പോരെ? എനിക്ക് തന്നെ മുതലാളിയുടെ കാശ് വേണ്ട, എനിക്കല്ല കാണും വേണ്ട. വഴിന്ന് മാറ്. അങ്ങനെ പോയാലോ? എന്നാ പിന്നെ വാങ്ങിയ കാശ് തിരിച്ചെന്നിട്ട് പോ. എന്താ പ്രശ്നം? കാശ് കൊടുത്തെല്ലാം പറഞ്ഞുറപ്പിച്ച് കൊണ്ടുവന്നതാ. എന്നിട്ടിപ്പം വാക്ക് മാറിയാലോ? അങ്ങനെ വിടാൻ പറ്റുമോ? പിന്നെ അബൂബക്കർ ഹാജി പിന്നാളൊക്കെ മാത്രം മൊഞ്ച. എന്നാ പിന്നെ കാശ് വാങ്ങിക്കുമ്പോ പറയണ്ടേ സെയ്ദിന്റെ കൂടെ നീ ലോഡ്ജിലേക്ക് വരില്ലെന്നുള്ളത്? എന്നതാ ഇവിടെ പ്രശ്നം? നാറ്റ കേസാ സാറേ. ഇയാള് കൊടുത്ത കാശ് വാങ്ങി ഇവള് ഇവന്റെ കൂടെ വന്നാ ലോഡ്ജിലേക്ക്. ഇവിടെ ആളും ബഹളവും കണ്ടപ്പോ ഇവള് പറ്റില്ല എന്ന് പറഞ്ഞു. അയാള് കാശ് തിരിച്ചു വെച്ചു. അതേ തുടർന്നുണ്ടായ പ്രശ്നം. പട്ടാപ്പകല് വ്യവചാരമാണല്ലടാ റാസ്കൽ. സദാശിവ ജീവിക്കല്ലോ. ഇങ്ങോട്ട് നടക്കണം. നിന്നോട് പ്രത്യേകം പറയണോടെ. ഹബീബേ, പിടിച്ച് കേട്ട്. തകർക്കപ്പെട്ടത് ഒന്നല്ല, 2 ജീവിതങ്ങൾ. മകൾ പരസ്യമായി അപമാനിക്കപ്പെട്ട വാർത്തയുടെ ആഘാതം താങ്ങാനാവാതെ നദിയയുടെ ഉമ്മ ഹൃദയം തകർന്നു മരിച്ചു. മനസാക്ഷി നഷ്ടപ്പെട്ടവരുടെ ഈ ഉഷ്ണഭൂമിയിൽ നദിയ എന്ന പെൺകുട്ടി ഒറ്റയ്ക്കായി. ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം പ്രതീക്ഷിച്ചിരിക്കില്ല സോളമനും. കുറ്റബോധമോ വേദനയോ അല്ല, ചെയ്തത് ശരിയാണോ എന്ന് സ്വയം ചോദിക്കേണ്ടി വന്ന ജീവിതത്തിലെ ആദ്യത്തെ സന്ദർഭം. ഇങ്ങനെ ഇരുന്നിട്ട് എന്താ മോളെ? എന്റെ വിഷം അറിയാഞ്ഞിട്ടല്ല. എന്നാലും ജലവാനല്ലാതെ ഒത്തിരിപ്പിരുന്ന് പോയൊരു തിരിച്ചു വരുമോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുമല്ലോ. നേരത്തോട് നേരെ ഒരിത്തി വെള്ളം ഇറക്കിയിട്ടില്ലേ കുട്ടി? ഇങ്ങനെ ഇരുന്ന് ഉള്ളു വേവിക്കാതെ എന്റെ മോളെ. നീ ഞാൻ പറഞ്ഞോന്ന് കേക്ക്.
സാറേ ഒന്ന് കാണാൻ വന്നതാ. എന്നതാ ഈ നേരത്ത്? പടച്ചോനെ എന്ന് വിളിച്ചാലും തമ്പുരാനെ എന്ന് വിളിച്ചാലും വിളി കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ, ആ ദൈവം പൊറുക്കൂല തോന്നും. ആ കുട്ടി ഇതുവരെ ഒന്ന് കരഞ്ഞിട്ടില്ല. ആ കണ്ണീര് പക്ഷെ നിലത്തല്ല വീഴ, ഈ നെഞ്ഞത്താ. അത് വീണതും പൊള്ളിപ്പോവും. അവള് കരളൊരുക്കി ഒന്ന് ശപിച്ചാൽ ഈ ജന്മ പാഴായി പോകും. നന്നാവില്ല, ഒരു കാലത്തും നന്നാവില്ല. അവളെവിടെ? കിടക്കുക. നിങ്ങൾ പുറേ വയ്ക്കോ. ഇവിടെ വീട്ടുകാവലിന് ഞാൻ ആളെ ഏർപ്പാടാക്കിക്കോളാം. മയ്യത്ത് അടക്കുന്നതിന് മുമ്പ് എത്തണമെന്നുണ്ടായിരുന്നു. വൈകി. മംഗലാപുരത്തായിരുന്നു. കഴിഞ്ഞതൊക്കെ ഞാൻ വിട്ടു. ഇനി കാര്യങ്ങൾ നിനക്ക് തീരുമാനിക്കാം. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കാനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ അതിന്റെ ഒരു ഗുണം എനിക്കും കൂടി ഉണ്ടാവണം. നിന്റെ ഒരു അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. ഒരാളും ഉണ്ടാവില്ല നിന്നെ സഹായിക്കാൻ. മര്യാദക്കാണെങ്കിൽ ഞാനുണ്ടാവും എന്തിനും. നിന്നോട് പുറത്തിറങ്ങാനാ പറഞ്ഞത്. ഒച്ച വെക്കണ്ട. നബീസ് താത്തനെ ഞാൻ പറഞ്ഞയച്ചു. എടീ, ഞാൻ വിചാരിച്ച നിമിഷങ്ങൾ മതി. മനസ്സിലായോടി? ആ മയ്യത്തിന്റെ മേലിട്ട മണ്ണൊന്ന് ഉണങ്ങിയിട്ട് മതി എന്ന് വിചാരിച്ചാ ഞാൻ. പക്ഷേ നീ സാറിനിപ്പോ എന്ത് വേണം? എനിക്കിപ്പോ ഒന്നും വേണ്ട, അതുപോലെ തനിക്കും ഇപ്പൊ ഒന്നും വേണ്ട. തനിറങ്ങിക്കോ. കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ പകൽ വെളിച്ചത്തിൽ തീരുമാനിക്കാം. ഇതെന്റെ കാര്യം. ഇതെപ്പോ എങ്ങനെ വേണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. സാറ് പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. പോലീസുകാരന്റെ തോക്ക. ഇതിനകത്ത് കിടക്കുന്ന ബുള്ളറ്റിന് അറക്കൽ അബൂബക്കറിന്റെ മോനെ തിരിച്ചറിഞ്ഞ് സല്യൂട്ട് ചെയ്യാനുള്ള വിവേചന ബുദ്ധിയില്ല. അതുകൊണ്ട് മോനെ ഷെറീഫെ, നീ ഇറങ്ങിക്കോ. സോളമന വീട്ടിലുള്ളിടത്തോളം കാലം ഒരു നായിന്റെ മോനും ആ സമയത്ത് ഇവിടെ കയറി വരില്ല. പിന്നെ അന്ന് തോന്നിയൊരു ദേഷ്യത്തിന്റെ പുറത്ത് അങ്ങനെയൊക്കെ ചെയ്തു പോയത്. ഒന്നും വേണമെന്ന് വെച്ചില്ല.